സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി തന്നെ അലിഗയിൽ നിന്ന് ഇനി തിരിച്ചു വരാട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു രാജിക്കത്തൊക്കെ കൺമണി അവിടെ എഴുതുന്നുണ്ട്. ആ സമയത്തിൻ്റെയാണ് ഗോകുൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ അപ്പേ ഈ എഴുതുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ രാജിക്കത്ത് എഴുതാടാ, ഇനി ഇന്ന് പോയതിന് ശേഷം ഇത് കൊടുത്തിട്ട് അവിടെ നിന്ന് പടിയിറങ്ങണം, എനിക്ക് മതിയായി എന്ന് പറയുന്നു. എന്താ അപ്പേ ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗോകുൽ വാശി പിടിക്കുന്നുണ്ട്. ആരോ എന്തൊക്കെയോ പറഞ്ഞതും കേട്ടും കൊടുത്തതും കേട്ടും എന്തിനാ അപ്പം ഒരു തീരുമാനം എടുക്കുന്നത്? ക്രിസ് സാറിനോട് ചോദിച്ചിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ മതിയില്ലേ അപ്പേ ഒരു തീരുമാനം? എടുത്തു ചാടിയിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അതൊന്നും ഇനി പറഞ്ഞാൽ പറ്റില്ല മോനെ എന്ന് പറയുന്നു. ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ കത്ത് പിടിച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ ഗോകുലിന് അത്രയും സങ്കടത്തോട് കൂടിയിട്ടാണ് വാങ്ങുന്നത്. മോനെ നീ ആ പേപ്പർ ഇങ്ങ് താ എന്ന് പറയുന്നത്. ഇല്ല ഞാൻ തരില്ല, അപ്പം ഇതൊന്നും ആലോചിക്കാണ്ടാണ് ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് ഞാൻ ഇനി സമ്മതിക്കില്ല, ഇങ്ങ് താ എന്ന് പറഞ്ഞ് വീണ്ടും കൺമണി വാങ്ങുന്നത്. നിനക്ക് അടി കിട്ടുമെന്ന് പറയുന്നു കേട്ടോ. പക്ഷേ അടിക്കാൻ ഓങ്ങുന്ന കൺമണിക്ക് ഗോകുലിൻ്റെ മുഖം കാണുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നില്ല. കാരണം തന്നെ ഇങ്ങനെയെങ്കിലും നിലനിർത്തുന്നത് ഗോകുലും ഒരു കാരണക്കാരനാണ് എന്നുള്ളത് കൺമണിക്ക് നന്നായിട്ട് തന്നെ അറിയാം. മോനെ നിന്നെ ഞാൻ തല്ലാൻ വേണ്ടി കൈ ഉയർത്തിയില്ലേ? വേണ്ട മോനെ, ഇനി നമുക്ക് അലിക്കുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. ഇനി വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം, ഇത് കൊടുത്തിട്ട് വരട്ടെ. ഇനി ഈ അപമാനം സഹിച്ച് എനിക്ക് നിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് കൺമണിയുടെ അച്ഛൻ വരുന്നത്. കേട്ടോ അച്ചച്ച, അപ്പം ആ രാജിക്കത്ത് കൊടുക്കാനായിട്ട് പോകുന്നു. ആ മാനസമേടം പറഞ്ഞത് കേട്ടില്ലേ അച്ഛ? അവർ ആ അരികിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അർഹതയില്ലാത്ത സ്ഥലത്ത് ഇനി ഞാൻ നിൽക്കില്ല അച്ഛ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്യമായി എന്നെ അപമാനിച്ചു. ഓരോ കാര്യം പറയുന്നത് അപ്പോൾ അലിഗയിലേക്ക് പുതിയ ചീഫ് ഡിസൈനറെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പത്രപരസ്യം നൽകി. ഇനി ഞാൻ അവിടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വരിക നല്ലതെന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അത് ശരിയാണ് മോളെ, നമ്മളെ വിലയില്ലാത്തടത്ത് നമ്മൾ പിന്നി നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ഗോകുലെ, നീ കുഞ്ഞാണ്, നീ വിചാരിക്കുന്നത് പോലെയൊന്നല്ല കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മോൻ സങ്കടപ്പെടേണ്ട, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് പിന്നെ സുമിത്രയാണ് കാണിക്കുന്നത്. സുമിത്രയും ബാലും ഉണ്ട്. അങ്ങനെ ലാലിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തിനാ ലാലിയെ വിളിച്ചതെന്ന് അറിയോ ചോദിക്കുന്നുണ്ട് ലാലിയോട്. എന്താ സുമിത്രാമ്മയെ പറയാനുള്ളതെന്ന് പറയുന്നു. ഞങ്ങൾ ഇന്ന് ജയിലിൽ പോയതിന് ശേഷം ബലരാമനെ കണ്ടു. ബലരാമനോട് ഞങ്ങൾ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയെന്ന് പറയുന്നു. എന്ത് സത്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ ഞങ്ങളുടെ മകനല്ല എന്നുള്ള സത്യം ഞങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ബലരാമൻ കുഞ്ഞിന് എങ്ങനെയാണ് സുമിത്രാമ്മയെ അത് താങ്ങാൻ സാധിച്ചത്? അങ്ങനെ ബോധം കെട്ട് വീണില്ലേ? അവനാകെ വിഷമിച്ചില്ലേ, കരഞ്ഞില്ലേ എന്നൊക്കെ ലാലി ചോദിക്കുന്നു. അപ്പോഴത്തേനും ബാലു പറയുന്നുണ്ട്, അവൻ കരഞ്ഞാലും വേദനിച്ചാലും തല ചുറ്റി വീണാലും നിനക്കെന്താ ലാലി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ലാലിക്ക് ബലരാമനെ ഓർത്ത് എപ്പോഴും ഒരു വിഷമമൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ. കാരണം ഇവരൊക്കെ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ബലരാമനെ ഉപയോഗിക്കുന്നത്. പക്ഷേ ലാലിയാണ് ബലരാമനെ സുജാതയിൽ നിന്ന് സുമിത്രയിലേക്ക് കൊടുത്തത്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ലാലിക്ക് നല്ലപോലെ അറിയാം. അതിനുശേഷം തന്നെ നീ ഒരു കാര്യം ചെയ്യണം, നീ അത് സാഗറിനെ അറിയിക്കണം. അതായത് ബലരാമൻ അവരുടെ മകനാണെന്നുള്ളത് സാഗറിനെയും സുജാതേനെയും അറിയിക്കണം. അതിന് വേണ്ടി അവരുടെ വീട്ടിലേക്ക് തന്നെ പോകണം പറയുന്നുണ്ട്. ഇല്ല ഞാൻ അറിയിക്കില്ല, സാഗർ സാർ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും. ആ സമയത്ത് അവരുടെ മുന്നിൽ വെച്ചിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പറയണോ? നീ എന്താ പറയാത്തത്? നിന്നോട് ഞാൻ പറയാനാ പറഞ്ഞത്, നീ പറഞ്ഞിരിക്കണമെന്ന് സുമിത്ര പറയുന്നുണ്ട് കേട്ടോ ദേഷ്യത്തോടു കൂടി. അപ്പോൾ ലാലി പറയുന്നത്, സുമിത്രമ്മ വേണോ, അത് ഞാൻ ചെയ്യണോ എന്ന് ചോദിക്കും. തീർച്ചയായും നീ ചെയ്യണം, പക്ഷേ നിനക്ക് നല്ലൊരു സമ്മാനം ഞാൻ അവിടെ കരുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ വേണം, അതിന് ഒരു മടിയും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും തന്നെ ലാലി പോകാനായിട്ട് നിൽക്കുന്നു കേട്ടോ. പിന്നീട് കൺമണിയും അതുപോലെ ഗോകുലിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഗോകുലാണ്, അപ്പേ പോണ്ട അപ്പേ, എന്താ അപ്പേ ഞാൻ പറഞ്ഞ കേക്ക്, ഇത് കൊടുക്കരുത്, അപ്പോൾ ഓഫീസിലേക്ക് പോയിക്കോ, ക്രിസ് സാറിനോട് സംസാരിക്കുക, എന്നിട്ട് ഇതിനൊരു തീരുമാനം എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല മോനെ, ഇനി ഞാൻ ഒന്നിനുമില്ല, എല്ലാ താഴ്ത്തി എനിക്ക് മതിയായി, ഇനി എനിക്ക് വയ്യ, ഞാൻ എൻ്റെ പാർട്ടിയിൽ നടന്നോട്ടെ, ഇനി എൻ്റെ വിധി പോലെ നടക്കുമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് വരുണിൻ്റെ അച്ഛനും വരുന്നത്. അതിനുശേഷം തന്നെ കൺമണി, വരുൺ ചേട്ടൻ വന്നല്ലോ എന്നൊക്കെ ഗോകുൽ പറയുന്നുണ്ട് കേട്ടോ. ആ കൺമണി എങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓ രാജിക്കത്ത് അലിഗയിലേക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോകുൽ വരലേക്ക് പോവാണ്. ഇന്ന് രാജിക്കത്ത് കൊടുക്കാൻ വേണ്ടി പോവല്ലേ മോളെ? ഒരു കണക്കിന് നന്നായി മോള് ചെയ്തത്. എന്തായാലും ഞങ്ങൾ പറഞ്ഞ് മോൾ അനുസരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് ധനലക്ഷ്മി വരുന്നത്. ലക്ഷ്മി പറയുന്നുണ്ട്, കണ്ടോ ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾ പറഞ്ഞതേ അനുസരിക്കുകയുള്ളൂ, കാരണം അവൾക്കറിയാം
എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതിനപ്പുറം അവളൊന്നും തന്നെ ചെയ്യില്ല. ഇപ്പം നിങ്ങൾ ബന്ധുക്കാരൊക്കെ ആയല്ലോ, നിങ്ങൾ സംസാരിക്കുകയല്ലേ, അതിപ്പം ഞാൻ ഇടപെടാൻ വന്നോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് ഇത് ഭരണലക്ഷ്മി. അതിനുശേഷം തന്നെ പിന്നെ ഞങ്ങളുടെ കുഞ്ഞ് എന്തായാലും നീ പോയിക്കോ, നീ പോയതിന് ശേഷം രാജിക്കത്ത് കൊടുത്തിട്ട് വാ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ വരുണീൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോളെ ഞങ്ങൾ നാളെ തന്നെ താലിമാലയും അതുപോലെ സാരിയും ഡ്രസ്സും എല്ലാം തന്നെ എടുക്കാനായിട്ട് പോവുകയാണ്. മോൾക്ക് വലിയ ഇഷ്ടമുണ്ടെങ്കിൽ, അതായത് ഏത് മോഡലാണ് വേണ്ടതെന്നുള്ളത് വെച്ചാൽ പറഞ്ഞോളൂ, ഡിസൈനർ അല്ലേ, എന്തായാലും മോളുടേതായിട്ടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാട്ടോ എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടിക്ക് അങ്ങനെ പ്രത്യേകം ഒന്നും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, അവളുടെ ഏട്ടത്തി എന്താ പറയുന്നത് അത് തന്നെയാണ് അവളുടെ ഇഷ്ടമെന്ന് പറയുന്നു. നീ ചെല്ലും, ഞങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ കൺമണി പോകുമ്പോഴത്തേനും ധനലക്ഷ്മി വരുണും കൂടി സംസാരിക്കുന്നു. അവൾ നനഞ്ഞ കോഴിയെ പോലെ ആയിട്ടുണ്ടല്ലോ ഏട്ടത്തി എന്ന് പറയുന്നത്. അവൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല വരുണേ, നമ്മൾ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും. അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൺമണി. കാര്യം അത്രമേൽ വിഷമമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഭഗവാനോട് എന്തിനാ എന്നോട് ഇത്ര പരീക്ഷണം, കാരണം ഇതിലൊന്നും തരണം ചെയ്യാൻ ഈ കൺമണിക്ക് ഇനി ഒരിക്കലും കഴിയില്ല എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 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 പറയുന്നുണ്ട്, കൺമണി പറയുന്നുണ്ട്, ഇപ്പോൾ കണ്ടില്ലേ മാനസ എന്നോട് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പറയുന്നു. എന്ത് തന്ത്രപരമായ രീതിയിലാണ് മാനസ മേഡം എന്നോട് അലികയിൽ നിന്ന് പുറത്തു പോകാനായിട്ട് പറഞ്ഞത്. മാത്രമല്ല നീ ഒരു ഡിസൈനറാണ്, നിനക്ക് കൃഷിനെ സ്വന്തമാക്കാൻ യാതൊരു വഴിയുമില്ല, അതിന് വേണ്ടിയിട്ടാണല്ലോ അവരുടെ വിവാഹ വസ്ത്രങ്ങൾ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് തരണം എന്ന് പറയുന്നത്. പറയാതെ മാനസ മേഡം പല കാര്യങ്ങളും പറഞ്ഞു. ഇനി വയ്യ, തലകുത്തി നിൽക്കാൻ എനിക്ക് വയ്യ, ഇനി ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ പോവാൻ. എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ നല്ലത് നടന്നിട്ടില്ല, ഇപ്പോൾ ഇതും നടക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസാറിനെ വെറുതെ എൻ്റെ മനസ്സിലിട്ട് ആശിപ്പിക്കാൻ നിന്നത് നീ തന്നെയാണ്. ഈ പരീക്ഷണത്തിൽ എനിക്ക് താങ്ങാനായിട്ട് വയ്ക്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അലികയിൽ രാജിക്കകത്ത് കൊടുത്തു വരുമെന്നൊക്കെ രീതിയിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോഴത്തേനും അവിടേക്ക് അന്ന് ഒരു അമ്മ വരുന്നുണ്ട്. ആ അമ്മയുടെ മകളുടെ കല്യാണമാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. മുൻപ് വന്നിട്ടുണ്ട്, ഭാര്യ ഭർത്താവാണെന്നുള്ളത് അന്ന് അവരോട് പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, എവിടെ മോളെ ഭർത്താവ് എവിടെ? അതെൻ്റെ ഭർത്താവ് ഒന്നല്ല എന്ന് പറയുമ്പോൾ, എന്താ മോളെ എങ്ങനെയൊക്കെയാണോ പറയുക, നിങ്ങൾ രണ്ടുപേരും പിണക്കത്തിലാണെന്ന് പറഞ്ഞിട്ട് ഭർത്താവല്ല എന്നൊന്നും പറയരുത്. മോളുടെ ഭർത്താവിനെ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ കണ്ടായിരുന്നു, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ കല്യാണമൊക്കെ ശരിയായി എന്നൊക്കെ, കല്യാണത്തിന് വിളിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ മോളെ കല്യാണക്കത്ത്. എന്തായാലും ആ ഭർത്താവിനെ കിട്ടിയത് മോളുടെ ഭാഗ്യമാണ്. എൻ്റെ മോളുടെ കല്യാണത്തിന് 2 പേർ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ആ ഒരു കൺമണിക്ക് അമ്മയോട് തിരിച്ചൊന്നും പറയാൻ പറ്റാണ്ടായി. മോളൊന്നും വിഷമിക്കേണ്ട, ഇതുപോലൊരു ഭർത്താവിനെ കിട്ടി, മോൾ ഭാഗ്യവതിയാണെന്നൊക്കെ പറഞ്ഞു പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അവർ പോയതിന് ശരിക്കും വിഘ്നേശ്വരൻ മുന്നിൽ വെച്ച് താലി പുറത്തേക്കെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. എന്ത് ഭാഗ്യമാണ് എൻ്റെ തലവിധിയിൽ വന്നിരിക്കുന്നത്, കണ്ടോ ഇപ്പോൾ ആരും ഒന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല, എനിക്ക് ഇതൊരു ഭാരമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. എന്ത് ചതിയനാണ്, നട്ടെല്ലുയർത്തി എൻ്റെ പെണ്ണാണെന്ന് പറയാത്തോടത്തോളം കാലം അയാൾ എങ്ങനെ വിശ്വസിക്കും ഞാൻ? ഇനി അയാളെ വിശ്വസിച്ചിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ എൻ്റെ ജീവിതം വരുണിനൊപ്പം തന്നെയാണ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ കൺമണി ഇടയ്ക്ക് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും മലികയിലാണ് കാണിക്കുന്നത്. മഹിയുണ്ട്. അതിനുശേഷം തന്നെ മഹി ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്, എടാ പുതിയ ഡിസൈൻസിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു പരസ്യം വന്നിരിക്കുന്നു, എന്തെങ്കിലും പുതിയ പ്രോജക്റ്റ് വന്നിട്ടുണ്ടോ കമ്പനിയിൽ എന്ന് പറയുന്നു. അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നു. പിന്നെ ഈ പരസ്യം നീ കണ്ടില്ലേ ഇന്നത്തെ പത്രവാർത്ത? ഞാൻ ഇന്ന് വായിച്ചില്ല, കാരണം എനിക്കിന്ന് ടൈം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ, അതാ നോക്ക്, ഫോണിൽ നോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. ഇതാ മാനസയുടെ പണിയാണ്, ഇത് മറ്റാർക്കും വെച്ച കെണിയല്ല, അത് കൺമണിക്കാണ്. കൺമണിയെ പുറത്താക്കാൻ വേണ്ടി ആ ഒരു ചീഫ് ഡിസൈനർ അല്ലേ ചോദിച്ചിരിക്കുന്നത്, കൺമണിയുടെ വേക്കൻസിയിലേക്ക് പുതിയൊരാളെയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ട് മനസ്സ് ശ്രമിക്കുന്നത്, ഇന്ന് ഞാൻ അവളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ മാനസയാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന് എല്ലാവരും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ഡിസൈനർ ഒരു സ്റ്റാഫ് വരച്ച് കാണിച്ചു കൊടുക്കുന്ന സമയത്ത്, ഇതെന്താ കുട്ടികൾ ഡ്രോയിങ് ചെയ്ത പോലെ ഉണ്ടല്ലോ, ഇതാണോ നിങ്ങളുടെ ഡിസൈൻ എന്ന് ചോദിക്കുമ്പോഴത്തേനും, ദേവ് സാർ ഇത് ഇഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ, ദേവ് സാർ അല്ല തീരുമാനം എടുക്കുന്നത്, ഈ GM ആയിട്ടുള്ള ഞാനാണ്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് മാത്രം ചെയ്താൽ മതി പറഞ്ഞിട്ട് സ്റ്റാഫിനെയൊക്കെ വഴക്ക് പറയുന്നു. ആ സമയത്ത് തന്നെയാണ് കൃഷ് അങ്ങോട്ടൊക്കെ കയറി വരുന്നത് കേട്ടോ. മനസ്സ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ഇറങ്ങി വരും കേട്ടോ കൃഷ്. അപ്പോൾ എന്താ കൃഷ് എന്ന് ചോദിക്കുമ്പോഴത്തേനും, നീ എന്ത് പണിയാണ് കാണിച്ചിരിക്കുന്നത്? ഇങ്ങനെ ഒരു ആഡ് കൊടുക്കുമ്പോൾ നീ ചെയർമാനോ MD വിളിച്ചറിയിച്ചോ, കൂട്ടത്തിലൊരു തീരുമാനം എടുത്തോ? നീ GM ആണ് പറഞ്ഞിട്ട് എല്ലാ കാര്യം നിൻ്റെ തലയ്ക്ക് മുകളിലുള്ളവരാണ് ഞങ്ങൾ, എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ നീ? ഒറ്റയ്ക്ക് നിനക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുമോ മനസ്സാന്ന് ചോദിക്കുമ്പോഴത്തേനും, അത് എനിക്ക് കുറേ അധികാരങ്ങൾ ചെയർമാൻ തന്നിട്ടുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഈ ഒരു സ്റ്റാഫിനെ മാറ്റുമ്പോൾ അതെല്ലാം തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കണം, നീ അത് ചെയ്തിട്ടില്ല, നീ വ്യക്തിപരമായ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് കൺമണി ഇവിടെ ഒഴിവാക്കാനായിട്ട് നിൽക്കുന്നത്, ഞാൻ സമ്മതിക്കില്ല എന്ന് കൃഷി പറയുന്നു കേട്ടോ. ഓ, കൺമണിയെ ഒഴിവാക്കുന്നതിനാണോ? അതെന്താ കൃഷിന് കൺമണിയോട് ഒരു സോഫ്റ്റ് കോർണർ എന്തുകൊണ്ടാണ് അതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും ക്യാരി ചെയ്യാൻ കൺമണി തൻ്റെ ആരാണെന്ന രീതിയിലൊക്കെ ചോദിക്കാം കേട്ടോ
മാനസ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ കഴിയുന്നു.